ഗായ്സ്, ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകൾ ഈ വീഡിയോയിൽ കാണും. അപ്പോൾ എല്ലാം കണ്ടും അറിഞ്ഞൊന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് സജസ്റ്റ് ചെയ്യാം എങ്ങനെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഈ ഒരു വീഡിയോ ബോറാക്കണില്ല, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്കിൻ കെയറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണേ. വേറെ ഒന്നല്ല, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. മിക്കവരും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്താ, കുറേ പൈസ ചിലവാക്കേണ്ടി വരും, അതുപോലെ എന്നും യൂസ് ചെയ്യാൻ മടി, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സ്കിൻ കെയർ മാറ്റി വെച്ചിരിക്കണേ. ചിലപ്പോൾ വല്ല ക്രീമോ എന്തെങ്കിലുമൊക്കെ പറ്റി അഡ്ജസ്റ്റ് ചെയ്യും. സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും മടി പിടിച്ചുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ടായില്ല. കുറച്ച് നാൾ മുമ്പാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് പോലും. നമ്മൾ സ്കിൻ കെയർ ചെയ്യാതിരുന്നാൽ എന്തായാലും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലവർക്ക് ചിലപ്പോൾ അവർ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഒരു ക്രീമും പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും അവരുടെ സ്കിൻ ഭയങ്കര വെട്ടിത്തിളങ്ങി അല്ലെങ്കിൽ ക്ലിയർ സ്കിന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ, എല്ലാവർക്കും അങ്ങനത്തെ സ്കിൻ ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും സ്കിൻ കെയർ ചെയ്തേ പറ്റൂ. സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വെളുപ്പിച്ചെടുക്കുക എന്നൊന്നല്ല. നമ്മുടെ മുഖത്തുള്ള ടാൻ ആയിക്കോട്ടെ, അതുപോലെ പിമ്പിൾസ് ആയിക്കോട്ടെ, അതൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് സ്കിൻ റിപ്പയർ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സ്കിൻ കെയർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓവറായിട്ട് സ്കിൻ കെയർ ചെയ്തില്ലെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട 5 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള അഴുക്ക്, ഡേർട്ട്, അതുപോലെ എക്സസ് ഓയിൽ, ഡെഡ് സെൽസ് ഇതൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നൊന്ന് ക്ലീൻ ആക്കാനും, അതുപോലെ അടുത്ത പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി സ്കിന്നിനൊന്ന് പ്രിപ്പയർ ചെയ്യാനും കൂടിയാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഈ ഒരു സൈൻ ആൻഡ് മൈസിയുടെ വിറ്റാമിൻ സി ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്ന ഏത് ക്ലെൻസറോ ഫേസ് വാഷോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഇവിടെ കൊടുത്തേക്കാം. ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷ്, അതുപോലെ ലാക്ടോ കലാമിന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോണർ യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് ടോണർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാനും, അതുപോലെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും, മുഖത്തുള്ള പോഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ഏതാന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു റോസ് വാട്ടർ ആണ്, ഡാബർ ഗുലാബരിയുടെ. ഇതിലും നല്ല അഫോർഡബിൾ ടോണർ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു ടോണർ തന്നെയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെറം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സെറം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, കാരണം പല തരത്തിലുള്ള സെറം ഉണ്ട്. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ പ്രശ്നം അതിനനുസരിച്ചുള്ള സെറം നിങ്ങൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യണ സെറം എന്ന് പറയുന്നത് ഈ ഒരു ഡെർമാക്കോന്റെ സാലിസിലിക് ആസിഡ് ഉള്ള സെറാണ്. ഇത് ആക്നി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ സെറാട്ടോ. ഏത് സെറം യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല, കാരണം നിങ്ങളുടെ സ്കിന്നിന് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വേണം അത് ചൂസ് ചെയ്യാൻ. പക്ഷെ 3 ബ്രാൻഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ ഒരു ഡെർമാക്കോന്റെ ബ്രാൻഡ് തന്നെയാണ്, പിന്നെ മിനിമലിസ്റ്റ്, അതുപോലെ പ്ലം. ഈ 3 ബ്രാൻഡും അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇതിലും നല്ല ബ്രാൻഡുകൾ അറിയെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചറൈസിങ് ആണ്. എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും, അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ഈ ഒരു ഫീയുടെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ ആട്ടോ. ഇത് ആക്നി ട്രീറ്റ് ചെയ്യണ മോയ്സ്ചറൈസർ ആണ്. നിങ്ങളുടെ സ്കിന്നിന് എന്താണ് അത്യാവശ്യം അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ഹെവിയർ ഓയിലി ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കും ബെസ്റ്റ്. അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് ഒരു ലൈറ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ ആട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സൺസ്ക്രീൻ ഇല്ലാതെ ഒരു പരിപാടിക്കും പോകരുത്. വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. സൺബേൺ, അതുപോലെ സ്കിൻ ക്യാൻസർ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ടാൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തോ, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടർ റാഷേലിൻ്റെ AM2 PM ഡീടാൻ സൺസ്ക്രീൻ ആട്ടോ. മിനിമം SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തോന്നിയ ഒരു സൺസ്ക്രീൻ ആണ് ഇത്, ഈ ഒരു ഡെർമാക്കോന്റെ ഹൈലക്കോണിക് ആസിഡ് ഉള്ള ഒരു സൺസ്ക്രീൻ. അത്രേ ഉള്ളൂ. ഈ 5 സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഉറപ്പായിട്ട് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.